എല്ലാവർക്കും നമസ്കാരം. നാളെ അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഈ പ്രാവശ്യത്തെ യോഗ സന്ദേശം യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നാണ്. അപ്പോൾ നമുക്ക് പ്രായമായി വരുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ യോഗ ഒരു ശീലമാക്കണം എന്നാണ് സന്ദേശം. അപ്പോൾ യോഗ ശരിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രം ഒരു മസിൽ പവർ കൂട്ടാനുള്ള ഒരു പാക്കേജ് അല്ല, പക്ഷേ അത് ആത്മാവിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മൊത്തത്തിലുള്ള ആരോഗ്യം കാത്ത് സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയാണ് യോഗാശാസ്ത്രം, യോഗ. അപ്പോൾ നമുക്കിപ്പോൾ ഈ പരമാവധി ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മസിൽ പവർ കൂട്ടാനും മറ്റുള്ള ശരീര പുഷ്ടിക്കും വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോകുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ തേങ്ങലുകൾ അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക, അതുവഴി സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോസോമാറ്റിക് ഡിസീസുകൾ, അസുഖങ്ങളെ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് യോഗ. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജൂൺ 21 ഈ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച ഇൻ്റർനാഷണൽ ഡേ ഫോർ യോഗ. ജൂൺ 21 എന്ന് പറഞ്ഞാൽ പകൽ സമയം ഏറ്റവും കൂടുതലുള്ള വർഷത്തിലെ ഏക ദിവസമാണ് ജൂൺ 21. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസത്തെ യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. 2015 മുതൽക്കാണ് ഇത് ആചരിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ള ഏത് പ്രായക്കാർക്കും ഗർഭിണികൾക്ക് പോലും ചെയ്യാവുന്ന യോഗകളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ സന്ധികൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിനും അതുപോലെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ സുഗമമായി നടത്തുന്നതിനും, ഇപ്പം ഒന്ന് കുറച്ച് പ്രായമായ ആളുകളെ സംബന്ധിച്ച് ഒരു പാൻറ് നിന്ന് ഇരിക്കാതെ ഇടുക, ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് അത് കോരി കുളിക്കുക, അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. കാരണം പ്രായമായ ആളെ സംബന്ധിച്ച് പിന്നെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റുക, അപ്പോൾ ആ ജോയിൻറ്റുകളൊക്കെ നല്ല എന്താ പറയുക, നമ്മുടെ ശരീരം തന്നെ മൊത്തത്തിലൊരു ലൂസ് ആയ അവസ്ഥ, ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ശരീരത്തിന് വരും. അതിനുവേണ്ടി യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യോഗയുടെ കൂടെയുള്ളതാണ് നമ്മുടെ പ്രാണായാമങ്ങൾ. ഇപ്പോൾ നാഡിശുദ്ധി പ്രാണായാമമൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം നല്ല ഒരു പ്രാക്ടീസാണ് നാഡിശുദ്ധി പ്രാണായാമം. അപ്പോൾ നമുക്ക് നിന്ന് ഇപ്പോൾ വയറൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളൊക്കെ കുറയ്ക്കുന്നതിനും ഒക്കെ നല്ല അതിനൊക്കെ പര്യാപ്തമായിട്ടുള്ള ഒരുപാട് യോഗാസനങ്ങളുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ യോഗാസനങ്ങൾ നമുക്കിന്ന് ഇതിൽ ചെയ്യാം. അപ്പോൾ ഐ ഹാവ് എ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു. എൻ്റെ പ്രധാനപ്പെട്ട നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ സമക്ഷത്തിൽ വെക്കാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, യോഗ ചെയ്യുന്നത് ഒരു ദിവസം ഒരു 20 മിനിറ്റെങ്കിലും യോഗ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളായാലും എന്തൊക്കെ ആയാലും ആ സമയത്ത് ചെയ്യണം, യോഗ ചെയ്യണം. പ്രധാന ഭക്ഷണം കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷവും ലൈറ്റ് ഫുഡ് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷവും നമുക്ക് യോഗ ചെയ്യാവുന്നതാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ആരും ഇതിൻ്റെ എന്താ പറയുക, അങ്ങനെ കാല് അകന്ന് നിൽക്കുക അല്ലെങ്കിൽ തല മുട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പല പല വിഷയങ്ങൾ ഒരാൾ ചെയ്യുന്ന അതേപോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അത്ര തന്നെ അത് കാര്യമാക്കണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പം അത് ഡു പ്രാക്ടീസ് യോഗ ഈച്ച് ആൻഡ് എവറി ഡേ ആൻഡ് ഇറ്റ് മേക്ക് യു ഹെൽത്തി ഇൻ ഓൾ സെൻസ്. അപ്പോൾ ശാരീരികമായ ആരോഗ്യം ഉണ്ടാവും, മാനസികമായ ആരോഗ്യം ഉണ്ടാവും, ആത്മീയമായ ആരോഗ്യം ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഹെൽത്ത്. അത് ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദി സം ടോട്ടൽ ഓഫ് സ്പിരിച്വൽ, സോഷ്യൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ആണ്. അപ്പോൾ ഈ 3 ആസ്പെക്റ്റിൽ നമുക്കൊരു വെൽബീയിങ് ഉണ്ടാകാൻ വേണ്ടി യോഗയെ കൈവിടാതിരിക്കുക. ഇതൊരു മതത്തിൻ്റെയോ ഒരു ഭാഷയുടെ എന്താ പറയുക, ഒരു വിഭാഗത്തിൻ്റെയോ അല്ല. ദിസ് പ്രോഗ്രാം ഈസ് meant for all the human beings and it is for humanity. അപ്പം നമ്മുടെ എല്ലാ ജനങ്ങളുടെയും ഒരു യോഗക്ഷേമം, അതായത് ക്ഷേമം എന്ന് പറഞ്ഞാൽ ഇൻ ഓൾ സെൻസ് ക്ഷേമം ആവണമെങ്കിൽ നമ്മളിത് ചെയ്യണം. അപ്പോൾ ഞാനൊരു
പവനമുക്താസനം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പവനമുക്താസനം എന്ന് പറഞ്ഞാൽ പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ഈ വായു പ്രവാഹം അല്ലെങ്കിൽ അത് ഗ്യാസ് ട്രബിളിനൊക്കെ കാരണമാക്കും. ഇതൊക്കെ ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് നമ്മൾ ലൂസണിങ് എക്സസൈസ്, നമ്മൾ ജോയിൻറ്റുകളൊക്കെ ലൂസാക്കാനുള്ള ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൽ ജമ്പിങ് ജാക്സ് ഇത് ചെയ്യാം. അതുപോലെ ടോ ജമ്പ്, ടോ ഉപയോഗിച്ച് മാത്രം ചാടുന്ന ടോ ജമ്പ് ചെയ്യാം. പിന്നെ കൈകൾ, കണ്ണിൻ്റെ ആരോഗ്യം, ജോയിൻറ്റുകൾക്കുള്ളത്, നടത്തം, അത്തരം ലൂസണിങ് എക്സസൈസുകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് 5-10 പോസ്റ്റേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പായയിൽ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ഈ എനർജി നമ്മൾ എർത്താവാതെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഒരു പായയിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് പവനമുക്താസനം നോക്കാം. ഇങ്ങനെ ഇരിക്കുന്നത് വജ്രാസനം എന്നാണ് പറയുന്നത്. വജ്രാസനം നല്ല ഒരു പോസ്റ്ററാണ്. മുട്ടുമടക്കി ഈ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഇരിക്കുക, നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ തന്നെ എന്നിട്ട് നമ്മൾ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നല്ലതാണ്. ഇനി പവനമുക്താസനം നോക്കാം. മലർന്ന് കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ മേലോട്ട്, മുട്ടുകൾ മടക്കുക, മുട്ടുകൾ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ മൂക്കിൽ മുട്ടിക്കുക. കാലുകൾ സാവധാനം താത്തി വയ്ക്കുക. ഇതാണ് പവനമുക്താസനം. അപ്പോൾ നിങ്ങളൊരു ശീലമാക്കണം. പിന്നെ അതുപോലെ ഭുജംഗാസനമുണ്ട്, പല തരത്തിലുള്ള ആസനങ്ങളുണ്ട്. ആസനങ്ങൾ പോസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഓരോ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് അത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും, പോസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഫോർ യോഗ എന്ന രീതിയിൽ ജൂൺ 21 നമ്മൾ ആഘോഷിച്ചു വരുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ, യോഗയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതാദ്യമായി കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് വാച്ച്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.